ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇത് സാറ്റർഡേ ഈവനിങ് ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ദേ മോൻ നല്ല ഉറക്കമാണ്. സമയം ഒരു 3:30-4 ആയിട്ടുണ്ട്. ഞാൻ ഓർത്തെന്നാൽ പോയി ഇച്ചിരി കട്ടൻ കാപ്പി കുടിച്ചേക്കാമെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ശീലമുണ്ടോ? ഒരു 3:30-4 ആകുമ്പോഴത്തേന് ഇച്ചിരി കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിരിക്കുന്നത് എനിക്കുണ്ട് കേട്ടോ. എനിക്കത് കിട്ടിയില്ല, നല്ല തലവേദന എടുക്കും. അങ്ങനെ നമ്മുടെ കാപ്പി ദേ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ദേ കാപ്പിയൊക്കെ ആയിട്ട് ഞാൻ സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ്. എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസൊക്കെ നമുക്ക് പറ്റുമ്പോൾ നമ്മൾ എടുത്തു വെക്കും. എന്നിട്ട് സമയം കിട്ടുന്നതനുസരിച്ച് എഡിറ്റ് ചെയ്യുവാണ് സാധാരണ ചെയ്യാറ്. അങ്ങനെ ദേ ഞാൻ വീഡിയോസ് എല്ലാം ഇരുന്ന് എഡിറ്റ് ചെയ്യുവാണ്. ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോൻ ഉറക്കമായതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. അവൻ വരും, ബഹളമാവും, ഒച്ചയാകും, ആകപ്പാടെ അലമ്പാകും. അങ്ങനെ ഇടയ്ക്ക് ഞാൻ ദേ കാപ്പിയൊക്കെ കുടിക്കുന്നുമുണ്ട്. അങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുവാണ്. നല്ല വെയിലാണ്. 4 മണിയായാലും 5 മണിയായാലും വെയിലിനൊരു കുറവുമില്ല. അപ്പോൾ സിറ്റൗട്ട് നല്ല ചൂടുമാണ്. കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ അകത്തോട്ട് കയറിപ്പോയി. അവിടെ ഇരിക്കാൻ വയ്യാനായിട്ട് അത്രയ്ക്ക് ചൂടായിരുന്നു. അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിട്ട് ഇപ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിലെ ചേട്ടൻ വന്നതേ കുഞ്ഞിൻ്റെ ഡയപ്പർ കൊണ്ട് തന്നിട്ടുണ്ട്. അവൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ബംടമ്മിൻ്റെ ഡയപ്പർ തന്നെയാണ് കേട്ടോ. ഇത് പ്രമോഷനൊന്നുമല്ല, ഞാൻ പറയുമായിരുന്നു. അവൻ വർഷങ്ങളായിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. അവന് റാഷസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല അഫോർഡബിളുമാണ്. അങ്ങനെ അതെല്ലാം ചെയ്തപ്പോഴത്തേക്കും അകത്തു നിന്നൊരു ഒച്ചയും ബഹളവും ഒക്കെ കേട്ടു. വന്ന് നോക്കിയപ്പോൾ ഒരാൾ പയ്യെ എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ പുറകെ വന്ന് നിന്ന് പുള്ളി കണ്ടിട്ടില്ല. ആ എഴുന്നേറ്റിരുന്ന പടിയാണ്. ഞാൻ കുറച്ച് നേരം അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. എനിക്കിഷ്ടമാണ് ഇവൻ എന്നാണ് ചെയ്യുന്നതെന്ന് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ ദേ ഞാൻ പയ്യെ എടുത്തിട്ടുണ്ട്. എപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാലും ഇങ്ങനെ കുറേ നേരം തോളെ കിടക്കും. എന്നിട്ടേ പുള്ളി ഒന്ന് നോർമലായി വരത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാനും അവനോട് മുകളിലോട്ട് ടെറസിലോട്ട് പോയി. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി. വീടിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ പള്ളി. അതായത് ഒരു മതിലിൻ്റെ അപ്പുറമാണ് നമ്മുടെ പള്ളി. ഇത് നമ്മുടെ പള്ളിയാണ് കേട്ടോ. സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് വെള്ളക്കുട്ടപ്പള്ളി എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ മുകളിൽ ടെറസിൽ കുറച്ച് നേരം പോയി നിന്നു. അവനവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണുമായിരുന്നു. നമ്മളങ്ങനെ ടെറസിലോട്ട് അങ്ങനെ എപ്പോഴും വരാറില്ല. കാരണം ഇവിടെ ഭയങ്കര വെയിലാണ്. നല്ലപോലെ സന്ധ്യയായാൽ മാത്രമേ ഇവിടെ ഒന്ന് വെയിലൊക്കെ ഒന്ന് മാറത്തുള്ളൂ. അതുകൊണ്ട് ചൂടായതുകൊണ്ട് നമ്മളിങ്ങോട്ടൊന്നും വരാറില്ല. അപ്പം ദേ പുള്ളി ഇതിലെല്ലാം നടന്ന് ആയൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ദേ പുള്ളി നമ്മുടെ ആൽബം എടുത്തുകൊണ്ടാണ് വന്നത്. ഏതാ എടുക്കണ്ടേ? വീട് കൈ മാറ്റമ്മ എടുത്തു തരാം. ടുട്ടുമോനില്ലേ ഇതിനകത്ത്? അയ്യോ, ടുട്ടുമോൻ എവിടെ പോയി? എന്നെ ചുമക്കുന്നേ? കണ്ടു കഴിഞ്ഞോ? അതാരാ ബേബി? ആ കിടക്കുന്ന ബേബി അപ്പ അതാരാ ബേബി? ആരാ അപ്പയുടെ അമ്മയുടെയും കയ്യിലിരിക്കുന്നേ? അയ്യോ ഡി, ഈ ബേബിയാണോ? കൊരയുവാണോ? അപ്പടി വഴക്കാളിയായിരുന്നു ടുട്ടുമോൻ. വഴക്കാളി ടുട്ടുമോൻ. ഇത് ഈ ബേബി അപ്പടി വഴക്കാളിയായിരുന്നു. വേറെ നോക്ക്. ഇനി ഇങ്ങോട്ട് അവിടെ ഒന്നും ഇല്ല. അത് വലിച്ചു പറിക്കരുത്. ഇതൊക്കെ ആരും അറിയത്തില്ല ടുട്ടുമോന്. ടുട്ടുമോൻ്റെ ഫോട്ടോ അല്ലേ എന്തിയെ? അതാരാ അത്? ഓ, അടിയാലോ. അത് ശരി, കണ്ടു കഴിഞ്ഞോ? അമ്മ എടുത്ത് വെച്ചോട്ടെ എന്നാ. ഈ ശുണ്ടരം കിടക്കുന്നു. അങ്ങനെ അവൻ ആൽബം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ദേ കാപ്പി ഇടാൻ വേണ്ടി പോയി. അങ്ങനെ കാപ്പിയും കുറച്ച് ചക്ക വറുത്തതും ഒക്കെ ആയിട്ട് ഞങ്ങൾ സിറ്റൗട്ടിൽ പോയിരിക്കാമെന്ന് ഓർത്തു. അപ്പം അമ്മ ദേ നടക്കാൻ പോകാൻ വേണ്ടി റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അമ്മ നടക്കാൻ പോയി. അപ്പം ദേ ഇതെല്ലാം ചിന്നുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഞങ്ങൾ എപ്പം പുറത്ത് നിന്നാലും ഇവരിങ്ങനെ വന്ന് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കും.
മോൻ്റെ ഫ്രണ്ട്സാണ്. മോൻ എപ്പോൾ ഇറങ്ങിയാലും അവർക്ക് അമ്മമ്മ കൊടുക്കമ്മേ, പൂച്ചയ്ക്ക് അമ്മമ്മ കൊടുക്ക്, മീമി കൊടുക്ക്, എന്നിട്ട് ഇവനിങ്ങനെ അവരിങ്ങനെ വിളിക്കും. അങ്ങനെയാണ് ഇവരിവിടെ ആയത്. സാധാരണ നമുക്ക് ഇവിടെ പൂച്ചയൊന്നും ഇല്ലാഞ്ഞായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവന് കുറച്ച് പേരയ്ക്ക കഴിക്കാൻ വേണ്ടി കൊടുത്തു. അങ്ങനെ അവൻ പേരയ്ക്കയും കഴിക്കുന്നുണ്ട്. ഞാൻ ചക്ക വറുത്തതും കാപ്പിയും എല്ലാം കുടിക്കുന്നുണ്ട്. പപ്പ അപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ. പപ്പയായിട്ട് എന്തൊക്കെയോ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാപ്പി കുടിക്കുകയാണ്. പപ്പയും കാപ്പി കുടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാപ്പി കുടിക്കുകയാണ്. അങ്ങനെ മോനെ ഞാൻ അകത്തുകൊണ്ട് അവൻ്റെ ഹൈ ചെയറിൽ കൊണ്ടിരുത്തി പേരക്കയും കൂടെ കയ്യിലോട്ട് കൊടുത്തിട്ട് അപ്പോഴത്തേക്കിന് സന്ധ്യയായിരുന്നു. ഇവനെ അകത്ത് കയറിയിരുത്തി. അപ്പോൾ എനിക്ക് കുറച്ച് തുണിയെല്ലാം മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ അടുത്തിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഓടി നടക്കേണ്ട കാര്യമില്ല, ഇവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കി. അതുകൊണ്ട് ഞാൻ അടുത്ത് കൊണ്ടിരുത്തി. അങ്ങനെ ഞാൻ തുണിയെല്ലാം മടക്കി വെക്കുവാണ്. എല്ലാ വീട്ടിലും ഇതുപോലെ തുണിയെല്ലാം ഇടുന്ന ഒരു ചെയറോ അല്ലെങ്കിൽ ഒരു കട്ടിലോ എന്തെങ്കിലും കാണും അല്ലേ. മടക്കാനായിട്ടുള്ള തുണിയെല്ലാം കൊണ്ട് അതിലോട്ടിടും. പിന്നെ അത് അവിടെ കിടക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മടക്കി വെക്കുന്നത്. അങ്ങനെ എല്ലാ വീട്ടിലും കാണുമായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഈ ദിവാൻ കോട്ടാണ് കേട്ടോ. ഉണങ്ങിയ തുണിയെല്ലാം നമ്മൾ പെറുക്കിക്കൊണ്ടിടുന്ന ദിവാൻ കോട്ടയിലോട്ടാണ്. പിന്നെ ആരെങ്കിലും ഞാനോ അമ്മയോ ആരെങ്കിലും അത് മടക്കി വെച്ച് മുറിയിൽ കൊണ്ടുവെക്കും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും തുണികൾ സെപ്പറേറ്റായിട്ട് മടക്കി വെക്കുവാണ്. പിന്നെ അമ്മയുടെ പപ്പയുടെ അവരെടുത്തുകൊണ്ട് വെച്ചോളും. ഞാൻ ഞങ്ങളുടെ എടുത്തുകൊണ്ട് അലമാരയിൽ കൊണ്ടുവെക്കും. അങ്ങനെയാണ്. കൂടുതലും മോൻ്റെ തുണി തന്നെയായിരിക്കും എപ്പോഴും. അവൻ സ്കൂളിലിടുന്നതും വന്നു കഴിയുമ്പോൾ ഇടുന്നതും അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ തുണിയെല്ലാം കൊണ്ട് എടുത്ത് അലമാരി വെച്ച് കഴിഞ്ഞതേ മോൻ പിന്നെ കുറേ നേരം ഇരുന്ന് കളിച്ചു. ഇനി ഒരു 8:30-9 വരെ ഇങ്ങനെ കളിക്കുകയും അങ്ങനെ പൂക്കോളും. അത് കഴിഞ്ഞ് ഞങ്ങളിതേ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ അവന് ചോറ് കൊടുക്കുമായിരുന്നു. ചോറ് കഴിപ്പെല്ലാം കഴിഞ്ഞ് പിന്നെയും പുള്ളി കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്ക് നാളെ ഓഫീസിൽ പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം പാക്ക് ചെയ്യുവാണ്. ലാപ്പും കൊണ്ടുപോകാനുള്ള സാധനങ്ങളും എല്ലാം എടുത്ത് വെക്കുവാണ്. ചാർജറും മൗസും അങ്ങനെയെല്ലാം ബാഗിലോട്ടെല്ലാം എടുത്ത് വെക്കുവാണ്. ഇതെല്ലാം തലേദിവസമേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എനിക്ക് ടെൻഷൻ അടിക്കുകയും വെപ്രാളം പിടിക്കുകയൊന്നും ചെയ്യേണ്ട. അങ്ങ് ബാഗും എടുത്ത് പോയാൽ മതി. അതുകൊണ്ട് പോകുന്നതിൻ്റെ തലേദിവസം ഞാൻ എല്ലാം എടുത്ത് വെക്കും. ഡ്രസ്സ് വരെ തേച്ച് സെറ്റാക്കി വെക്കും. അപ്പം രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് പോകണമല്ലോ. അപ്പം രാവിലെ ആ ഒരു ഹറിബറി നമുക്ക് ഒഴിവാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം തലേദിവസം വൈകിട്ട് റെഡിയാക്കി വെക്കും. അപ്പോൾ അതെല്ലാം ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിപ്പം പുതിയതായിട്ട് വായിക്കാൻ പോകുന്ന ബുക്ക് അബി അനു ആനന്ദം എന്ന് പറയുന്ന ബുക്കാണ്. ബാക്കി രാത്രി 12-ന് ശേഷമല്ല ഞാൻ വായിച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ വായിക്കാനുള്ള ബുക്കും എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ പേഴ്സും പൈസയൊക്കെ ഉണ്ടോ എന്ന് നോക്കി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ബാഗൊക്കെ പാക്ക് ചെയ്യുമ്പം എൻ്റെ മകൻ ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ. ഇതാ ചിൻറ്റു, എന്നതാണ് ഈ കട്ടിൽ മുഴുവനും? എങ്ങനെ വെച്ചത് നോക്കിയാ മുഴുവൻ പെൻസിൽ വെട്ടിയിട്ടേക്കുന്നു. മുഴുവൻ പറക്കി കളഞ്ഞേ. കണ്ടോ കാണിക്കുന്നുണ്ട്. അങ്ങനെ വെക്കുമ്പോ വരുന്നതാണോ ഇത് മുഴുവനും? എന്തിനാ അങ്ങനെ വെക്കുന്നത്? അതിനെല്ലാം മോനെ ഉണ്ടല്ലോ. എന്നാ ഇല്ലെന്ന്? 1 2 1 2 3 4 6 ചിച്ചാണ്ട് അതിനകത്തുണ്ടല്ലോ. 1 2 3 4 ചിച്ചല്ലേ? 5 ഇല്ലേ? എന്തേ 5? അതാണോ 5? അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.